Hello guys, welcome back to our YouTube channel. This is Amos Talking Style guys. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കുറച്ച് ചബ്ബി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഒരു മോട്ടിവേഷൻ ഇല്ല എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മോട്ടിവേഷൻ ഇല്ല, ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല, മടുത്തു, ഇങ്ങനെ തന്നെ ഇരിക്കാതെ നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും ഇച്ചിരിയൊക്കെ അങ്ങനെ ചിന്തിച്ച ഒരാളാണ്. ചിലപ്പോൾ നമ്മളെ വീട്ടുകാർ കളിയാക്കുന്നുണ്ടാവും, ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്ത് തടിയാ നിനക്ക് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, വെറുതെ വീട്ടിൽ ഇരുന്ന് വീപ്പ് കുറ്റിയായി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് മാറണം, നിങ്ങൾക്ക് നിങ്ങളെ ബോഡി മാറ്റണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്താൽ മതി. അല്ലാതെ നാട്ടുകാർ കളിയാക്കുന്നു, വീട്ടുകാർ കളിയാക്കുന്നു, പാരൻസ് പോലും ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന കണ്ടിട്ട് ചിലപ്പോൾ പറയും ഇത് എന്ത് തീറ്റ, കുറച്ച് തടിയെല്ലാം കുറച്ചുകൂടെ എന്ന് പറയാം. നിങ്ങൾ നെവർ മൈൻഡ്, ഒന്നും മൈൻഡ് ആക്കണ്ട. നിങ്ങൾക്ക് മാറണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം മാറുക. അതായിരിക്കും നല്ലത്. ഓക്കെ, അതായിരിക്കും നല്ലത്. നമുക്ക് ചേഞ്ച് വേണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി. അല്ലാതെ അവർ പറയുന്ന കേട്ടിട്ട് നാളെ തൊട്ട് ജിമ്മിന് പോകുന്നു, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഓക്കെ, നമുക്ക് ചേഞ്ച് ആവണം തോന്നിയാൽ മാത്രം ചേഞ്ച് ആവാം. അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, എനിക്ക് അത്ര വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. മീൻസ് ഞാൻ അങ്ങനെ നല്ല രീതിക്കൊന്നും വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുമുണ്ട്. ഞാൻ ഏകദേശം എൻ്റെ പെട്ടെന്ന് തടി വയ്ക്കുന്നൊരു ബോഡി ടൈപ്പാട്ടോ. പാരമ്പര്യമായിട്ട് തടികൾ ഇങ്ങനെ കൈമാറി വരുന്നൊരു ബോഡി ടൈപ്പാണ് എൻ്റെ. എന്തെന്നാലും തടി വയ്ക്കും ഞാൻ. അങ്ങനത്തെ ഒരു ബോഡി ടൈപ്പാണ് എൻ്റെ. അപ്പോൾ ഞാൻ 10th സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ 9th എൻഡിങ് ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 48 kg ആണ്. അത് കഴിഞ്ഞ് ഞാൻ 10 പാതിയായ സമയത്ത് 50 കിലോയായി. 10 അവസാനിച്ച സമയത്ത് അല്ല 10 അവസാനിച്ച് +1 തുടങ്ങിയ സമയത്ത് ഞാൻ 55 കിലോ. ഇപ്പം ഞാൻ കറൻറ്റ് 55 കിലോ ഉണ്ട്. 55 കിലോ ഉണ്ട് ഞാൻ. ഞാൻ ഒരു 3 മാസം 4 മാസം അടുപ്പിച്ച് കൊല്ലത്തായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായില്ല, എൻ്റെ നാട് കണ്ണൂരാണ്, ഞാൻ കൊല്ലത്തായിരുന്നു. അപ്പോൾ കൊല്ലത്തുനിന്ന് ഞാൻ ഒരു ദിവസം ഒരു നേരം കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ്, അല്ലെങ്കിൽ ഫുഡല്ല, മിഠായി, ചോക്ലേറ്റ്, എപ്പോഴും അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച പിക്ചറാണ് കഴിച്ച് ഇവിടെ കൊടുത്തേക്കാം. ഒരു ദിവസം ഒരു നേരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന മിഠായിയുടെ ചിത്രമാണത്, കഴിച്ചുകൊണ്ടിരുന്നതാണ്. 100 രൂപയുടെ ഡയറി മിൽക്ക് 2 എണ്ണമൊക്കെ ഒരു ദിവസം ഞാൻ കഴിക്കും. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നാരും ചിന്തിക്കരുത്. അതെങ്ങോട്ട് പോയി എന്നുള്ള ചിത്രവും ഞാനിവിടെ കൊടുത്തേക്കാം. ഞാൻ കൊല്ലത്തുനിന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നില്ല. ഞാൻ ഏകദേശം 60 കിലോയായി. 60 കിലോ. ഇപ്പം ഞാൻ 55 കിലോ ഉണ്ട്. ഞാൻ കണ്ണൂർ വന്ന് ഏകദേശം ഒരു 2 മാസം കൊണ്ട് ഞാൻ 5 കിലോ കുറച്ചു. അത് കറക്റ്റായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഈ വെയിറ്റ് കുറയ്ക്കണം, അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാമെന്ന്. നമ്മളൊരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് ഗസ്റ്റിൽ. ഒരു 30 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും നോക്കും. ചേഞ്ച് ഉണ്ടാവും, ഒബ്വിയസ്ലി ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ഉണ്ടാവണം നിൽക്കില്ല, എന്നാലും അങ്ങനെയെങ്കിലും ഒരു വെയിറ്റ് ഓടിട്ട്. ഓക്കെ, ഞാൻ ഏകദേശം 60 കിലോ ഉണ്ടായിരുന്നു. ആ പിക്ക് ഇവിടെ കൊടുത്തേക്കാം. ഞാൻ കണ്ണൂർ വന്നിട്ട് എൻ്റെ വെയിറ്റ് ലോസ് നടന്ന് അപ്പോൾ ആ സമയത്ത് എടുത്ത പിക്ചറും ഞാനിവിടെ കൊടുത്തേക്കാം. അങ്ങനെ വെയിറ്റ് ലോസൊക്കെ നടന്ന് ഇപ്പം ഞാൻ കുറച്ച് ഒതുങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് കൺട്രോളില്ല. ഞാൻ മധുരമൊക്കെ കഴിക്കും. ഇന്ന് കഴിച്ചാൽ നാളെ കഴിക്കൂല, അങ്ങനത്തെ ഒരു ഇതായിട്ടുണ്ട് ഇപ്പം. അപ്പം ഞാൻ അതൊന്ന് കറക്റ്റായിട്ട് കൊണ്ടുവരണം. എനിക്ക് ഇനിയും വെയിറ്റ് ലോസ് ചെയ്യണം എന്നില്ല ആഗ്രഹം കൊണ്ടാണ് ഞാനൊരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ 2 മാസം കൊണ്ട് ഞാൻ 5 കിലോ കുറച്ചു. അതാണ് എൻ്റെ മോട്ടിവേഷൻ. ആ മോട്ടിവേഷനിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 2 മാസം കൊണ്ട് ഞാൻ 5 കിലോ കുറച്ചു. ഞാൻ അത് എന്നെ ഏറ്റവും കൂടുതൽ അതിൽ സഹായിച്ചത് ഷുഗറാണ് ഗൈസ്. ഷുഗർ കഴിച്ചിട്ടല്ല, ഷുഗർ കട്ട് ചെയ്തിട്ട്. ഷുഗർ എനിക്ക് ഏറ്റവും കൂടുതൽ ഷുഗർ ഇങ്ങനെ തരിക്കുന്നത്. മിഠായിയൊക്കെ ഞാൻ ഒബ്വിയസ്ലി കൺട്രോൾ ചെയ്യും, എങ്ങനെയെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്യും. എനിക്ക് ചായ
ഇതായിരുന്നു, ഷുഗർ ഇല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല ചായ, സോറി കുടിക്കാൻ പറ്റത്തില്ല ചായ, കുടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചായ തന്നെ ഒഴിവാക്കി. ഞാൻ ചായ കുടിക്കത്തില്ല. ഇപ്പം ഞാൻ കുറേ ചായ കുടിച്ചിട്ട് ചായ കുടിക്കില്ല. പഞ്ചസാര കഴിക്കാൻ പറ്റായിട്ട്, മീൻസ് ചായ പഞ്ചസാര ഇല്ലാണ്ട് എന്ത് ചായ അവിടെ കഴിക്കാൻ തോന്നില്ല, കുടിക്കാൻ തോന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാനത് നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് എന്താ പറയുക, വർക്കൗട്ട്. ആദ്യമൊക്കെ എനിക്ക് വർക്കൗട്ട് ചെയ്ത് ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യും. പിന്നെ എനിക്ക് മടുത്ത്. എനിക്ക് വർക്കൗട്ട് ഒരു എൻജോയ്മെൻ്റ് ഇല്ല. ഞാൻ അങ്ങനെ ഡാൻസിലേക്ക് കടന്നു. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡാൻസ് കളിക്കും, അത്യാവശ്യം ഡാൻസ് കളിക്കും. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഡാൻസിലേക്ക് കടന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടുന്നത് വോക്കിങ്ങിന് പോകുന്നത് അതാ ഇഷ്ടമെങ്കിൽ അതിന് പോവുക, റണ്ണിങ്ങിന് പോകുന്നത് അതാ ഇഷ്ടം അതിന് പോവുക, വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടം അതിന് ചെയ്യുക, ഡാൻസ് ഇഷ്ടം അത് ചെയ്യുക. എന്തായാലും ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഡാൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതോ വളരെ വളരെ നല്ലതാണ്. അപ്പം ഷുഗർ കട്ട് ചെയ്താൽ തന്നെ പാതി പ്രശ്നം, അല്ലെങ്കിൽ പാതി ഇത് തീർന്നു ഗൈസ്. ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു, ഒന്നും പറയാനില്ല. എനിക്ക് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് ഷുഗർ എന്നല്ല വില്ലൻ. ഞാനിപ്പോൾ കുറച്ചൊക്കെ ഒഴിവാക്കി. എനിക്കിപ്പോൾ അതില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല. പക്ഷേ പിന്നെ എന്നെ പിടിച്ച് കുലുക്കിയത് തക്കാളി മുറുക്കാണ് ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ബേക്കറി ഐറ്റമാണ് തക്കാളി മുറുക്ക്. എവിടെ ചെന്നാലും തക്കാളി മുറുക്കാൻ ഞാൻ ആദ്യം ചോദിക്കും. അതില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങുമല്ലോ. ഇല്ലെങ്കിൽ തക്കാളി മുറുക്ക് തന്നെ ഞാൻ വാങ്ങും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് തക്കാളി മുറുക്ക്. എന്നെ പോലെ പലർക്കും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാരണമായിരുന്നു തക്കാളി മുറുക്കാണ്. ഒരു ദിവസം 1/2 കിലോ. നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ദിവസം ഒരു തക്കാളി മുറുക്കാൻ 1/2 കിലോ വെച്ച് തിന്നാൽ മതി. പോട്ടെ, ഒരു 1/2 കിലോ 1 കിലോ വെച്ച് തിന്നാൽ മതി, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യും. അനുഭവഗുരു. അപ്പം എനിക്ക് പഴയത്, അതായത് ഞാൻ 5 കിലോ കുറച്ചു. അതിനുശേഷം ഒന്ന് ഒതുങ്ങിയതുകൊണ്ട് എല്ലാം ഞാൻ വിട്ടുപോയി. പക്ഷേ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പിന്നെയും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളൊരു എന്താ പറയുക, വെയിറ്റ് ലോസ് ചലഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. 5:30 എന്നുള്ളത് 6 മണിയായിപ്പോയി. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നടന്നിട്ട് വരാം. മുഖം കഴുകി പല്ലൊക്കെ തേച്ചിട്ടാണ് പോകുന്നത്. എന്നാലും ഒരു ഉറക്കപ്പീച്ചുണ്ട്. നമുക്ക് നടക്കാൻ പോയിട്ട് വന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ നടക്കാൻ പോയിട്ടൊക്കെ വന്നിട്ട് ഞാൻ ഇപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുകയാണ്. ലൂക്കോം വാട്ടറാണ് കുടിക്കുന്നത്. അതും കുടിച്ച് പിള്ളേർ സ്കൂളിൽ ഒരുങ്ങുന്നത് അവിടെ കുറച്ച് കോമഡി നടക്കുന്നുണ്ട് ഗൈസ്. അതിൽ നോക്കിയിരിക്കുകയാണ് ഞാൻ. കുറച്ച് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് 1 ഗ്ലാസ് വെള്ളവും കുടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞാടും കഴിക്കത്തില്ല. ഞാൻ അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ, അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒന്നെങ്കിൽ പയർ പുഴുങ്ങിയത്, ഓട്സ്, പിന്നെ 2 മുട്ട, ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു 2 മുട്ട കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പാലും ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പാല് വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. ഞാൻ പാൽ എപ്പോഴൊന്നും കുടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് പാലും കൂടെ ആക്കാമെന്ന്. അങ്ങനെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. 1 ഗ്ലാസ് പാലും പിന്നെ 2 മുട്ടയും. മുട്ട ഞാൻ ബോയിൽ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. 2 മുട്ട ഞാൻ ബോയിൽ ചെയ്ത് 1 ഗ്ലാസ് പാലും. ഷുഗറൊന്നുമില്ല ഗൈസ്, ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതാണ് കുടിക്കുന്നതും കഴിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.